ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും ക്യാപ്സിക്കം വെച്ചിട്ടൊരു ഒരു റെസിപ്പിയാണിത്. ബ്രെഡ് ക്യാപ്സിക്കം എഗ് സ്ക്രാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ക്യാപ്സിക്കം സാധാരണ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരുവിധം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിന് എന്തൊക്കെ എടുത്തേക്കുന്നതെന്ന് നോക്കാം. ഇതിൽ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിന് വേണ്ടിയിട്ടാണ്. 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. ഇതിപ്പോൾ ഉള്ളി, ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബ്രെഡും അതുപോലെ ഇതുപോലെ സ്ക്വയർ പീസ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ പീസ് ആക്കുന്നതാണ് നല്ലത്, കാരണം സ്ക്രാമ്പിൾ ആകുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മുളകൊക്കെ പറ്റാൻ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 3 മുട്ട കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. കടുകിൻ്റെ കൂടെ തന്നെ പെരുംജീരകവും ഗ്രാമ്പും ഇടേണ്ടതാണ്. വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയി, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഉള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ചുവന്ന മുളകും പച്ചമുളകും ഇടാം നമുക്ക്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഉള്ളി ഒരുപാട് വാടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അടച്ചൊന്നും വെക്കേണ്ട. കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഉപ്പിട്ട് വാട്ടുകയാണെങ്കിൽ കുറച്ച് വേഗം ഉള്ളി സോഫ്റ്റ് ആവും. നമ്മൾ സാധാരണ എഗ് സ്ക്രാമ്പിൾ എന്നൊക്കെ ചെയ്യുന്ന പോലെ ഒരല്പം സോഫ്റ്റായി കിട്ടിയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ ഇട്ടപ്പോൾ തന്നെ കടുകിൻ്റെ കൂടെ പെരുംജീരകവും ഗ്രാമ്പും ഇടാൻ മറന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുകയാണ്. അത് ചേർത്തതിന് ശേഷം ഉള്ളി ഈ പരുവമാവണം. ഒന്ന് വാടിയിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഇടും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ബ്രെഡ് ചേർക്കുന്നുണ്ട്. ബ്രെഡിന് കുറച്ച് മധുരമുള്ളത്, അതുകൊണ്ട് കുറച്ചും കൂടി എരിവ് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കത്തിന് ഒരുപാട് വേവില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ ഇത് അടച്ച് വെച്ച് വാട്ടരുത്, കാരണം അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. ഇതിപ്പോൾ ഒരു ബ്രെഡ് സ്ക്രാമ്പിൾ പോലെ എടുക്കുന്നുണ്ട്, അധികം വെള്ളം വേണ്ട, ഒരു ഡ്രൈ ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ തന്നെ ക്യാപ്സിക്കം റെഡിയായി കിട്ടും. ക്യാപ്സിക്കത്തിൽ ആ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ക്യാപ്സിക്കം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ തേങ്ങ ചേർക്കാം. തേങ്ങ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ സാധാരണ എഗ് സ്ക്രാമ്പിൾ ഉണ്ടാക്കുമ്പോഴും തേങ്ങ ചേർക്കാറുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും തേങ്ങ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ക്യാപ്സിക്കം എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ട ഒഴിക്കുക. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട്
ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് സ്ക്രാമ്പിളായി കിട്ടും. കുറച്ച് നല്ല തരിയായിട്ട് കിട്ടുന്നതാണ് ഇതിന് നല്ലത്. കുറച്ച് നേരം ഇങ്ങനെ റൗണ്ടിന് ഇളക്കുമ്പോഴത്തേക്കും സ്ക്രാമ്പിളായിട്ട് വരും. ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ വേറൊരു പാനിൽ സ്ക്രാമ്പിൾ ആക്കിയിട്ട് ചെയ്താലും മതി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുന്ന. ഒരു വലിയ പാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ബ്രെഡ് ചേർക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു സ്ക്രാമ്പിളായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രെഡ് അല്ലെങ്കിൽ ബസുമതി റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ലഞ്ച് റെസിപ്പി ആവും. ഇതിപ്പോൾ ബ്രെഡ് ചേർക്കുമ്പോഴത്തേക്കും അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മധുരം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ക്യാപ്സിക്കം സാധാരണ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ മുട്ടയും ബ്രെഡും ഒക്കെ കൂടെ ചേർന്നിരിക്കുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ആ ബ്രെഡിൻ്റെ പീസിലെല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡ് ക്യാപ്സിക്കം എഗ് സ്ക്രാമ്പിൾ റെഡിയായി കഴിയും. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്.